അങ്ങനെ എമ്പുരാൻ സിനിമ ഞാനിന്ന് തിയേറ്ററിൽ പോയി കണ്ടു. എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് വർക്കായി. ലൂസിഫർ സിനിമയുടെ അതേ ഒരു പാറ്റേൺ തന്നെയാണ് എമ്പുരാൻ സിനിമയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ലൂസിഫർ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു സിനിമ എന്തായാലും നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഇതുപോലുള്ള സ്പോൺസേഡ് റിവ്യൂ ഒക്കെ കണ്ട് നിങ്ങൾ സിനിമ കാണാതെ പോയാലും നിങ്ങൾക്കൊരു ഭീകര തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് നഷ്ടപ്പെടുന്നത്. ഇനി എന്തൊക്കെ ഡീഗ്രേഡിങ് റിവ്യൂസ് വന്നാലും സിനിമയുടെ കളക്ഷനെ അത് ബാധിക്കില്ലെന്ന് തന്നെയാണ് ഇന്നത്തെ ദിവസത്തെ ബുക്കിംഗ് കൂടി കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഈ ഒരു സിനിമ ഡീഗ്രേഡ് ചെയ്യുന്നവരോട് പറയാനുള്ളത്, നിങ്ങളുടെ പണി നിങ്ങൾ തുടർന്നോളൂ. കാരണം ഈ ഒരു സിനിമ മലയാളികൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ഡീഗ്രേഡിംഗ് ഒന്നും ഈ ഒരു സിനിമയ്ക്ക് ഒരു പ്രശ്നവും ഉണ്ടാക്കില്ലെന്ന് സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇനി എമ്പുരാൻ സിനിമയുടെ റിവ്യൂയിലേക്ക് വരികയാണെങ്കിൽ, സിനിമയുടെ ഫസ്റ്റ് ഹാഫിൻ്റെ തുടക്കത്തിൽ സെയ്ദ് മസൂദ് എന്ന പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തിൻ്റെ ബാക്ക് സ്റ്റോറി കാണിക്കുന്നുണ്ട്. പൃഥ്വിരാജിൻ്റെ ചെറുപ്പകാലം സലാർ സിനിമയിൽ അവതരിപ്പിച്ച കാർത്തികേയദേവാണ് എമ്പുരാൻ സിനിമയിൽ ഈ രംഗങ്ങളിലൊക്കെ പൃഥ്വിരാജിൻ്റെ സെയ്ദ് മസൂദ് എന്ന ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നത്. ഈ ഒരു പയ്യൻ്റെ കിടിലൻ പെർഫോമൻസിനായിരുന്നു ആ രംഗങ്ങളിൽ കണ്ടത്. സെയ്ദ് മസൂദിൻ്റെ ആ ഒരു ഫ്ലാഷ് ബാക്ക് സീന് വളരെ വയലൻസ് ആയിട്ടുള്ള ഒരു സീൻ തന്നെയാണ്. ആ ഒരു സീനുകൾ ഇമോഷണലി പെട്ടെന്ന് കണക്റ്റ് ആവുന്നുണ്ട്. പിന്നീട് കേരളത്തിലെ സീനൊക്കെ കാണിച്ചിട്ടാണ് സിനിമ പോകുന്നത്. പിന്നെ ഈ ഒരു സിനിമയിലെ ലാലേട്ടൻ്റെ ഫസ്റ്റ് ഇൻട്രോ സീന് കിടിലനായിട്ട് പൃഥ്വിരാജ് മേക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇൻട്രോ സീനിൽ ദീപക് ദേവിൻ്റെ കിടിലൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെയായിരുന്നു. ഫസ്റ്റ് ഹാഫ് മൊത്തം ലൂസിഫർ സിനിമയിലെ പോലെ തന്നെ സ്റ്റോറി ബിൽഡിങ്ങും അതുപോലെ ക്യാരക്ടർ ഇൻട്രൊഡക്ഷനൊക്കെ ആയിരുന്നു. സിനിമയിൽ ഒരുപാട് ഫോറിൻ ആക്ടേഴ്സൊക്കെ ഉണ്ട്. അവരൊക്കെ അവരുടെ റോളുകൾ മികച്ച രീതിയിൽ തന്നെയാണ് സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ സെക്കൻഡ് ഹാഫിലാണ് സിനിമയിൽ ഒരുപാട് ഗൂസ് ബോംസ് രംഗങ്ങളൊക്കെ വരുന്നത്. ടീസറിൽ കാണിച്ച ഈ ഒരു രംഗമൊന്നും സിനിമയിൽ കണ്ടിട്ടില്ല. ഖുറേഷി അബ്രാമിൻ്റെ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ സിനിമ മൊത്തത്തിലൊരു ഹോളിവുഡ് സിനിമ കാണുന്ന ഫീലാണ് തരുന്നത്. അത് സിനിമയിലെ കളർ ഗ്രേഡിങ്ങിലായാലും BGMസിലായാലും അങ്ങനെ ഒരു ഫീൽ എനിക്ക് സിനിമയിൽ നിന്ന് കിട്ടി. എമ്പുരാൻ സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ സുജിത് വാസുദേവ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, സിനിമയിലെ ഓരോ എക്സ്പ്ലോഷൻ സീൻസും ഒറിജിനലായിട്ടാണ് ഷൂട്ട് ചെയ്തത്. സിനിമയിലെ ഓരോ എക്സ്പ്ലോഷൻ സീൻസും ഭീകര ഇമ്പാക്റ്റ് തന്നെയായിരുന്നു. സിനിമയിലെ കഥയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എനിക്കിഷ്ടപ്പെട്ട ചില കാര്യങ്ങളും സിനിമയിലെ എനിക്ക് തോന്നിയ ചില നെഗറ്റീവുകളും മാത്രം പറഞ്ഞ് നമുക്ക് ഈ ഒരു റിവ്യൂ അവസാനിപ്പിക്കാം. അത്യാവശ്യം നല്ലൊരു സ്ക്രിപ്റ്റ് തന്നെയാണ് എമ്പുരാൻ്റെത്. ഖുറേഷി അബ്രാമായിട്ടുള്ള ലാലേട്ടൻ്റെ ലുക്കും സ്വാഗൊക്കെ അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു സീനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഖുറേഷി അബ്രാമും സെയ്ദ് മസൂദും ആദ്യമായി കാണുന്ന ഒരു രംഗമുണ്ട് ഈ ഒരു സിനിമയിൽ. ആ ഒരു രംഗത്തിലെ ലാലേട്ടൻ്റെ ലുക്ക് കിടിലൻ ലുക്കായിരുന്നു. അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ സ്റ്റീഫൻ്റെ ഒരു ഇൻട്രോ സീൻ ഉണ്ടായിരുന്നു, അത് അടിപൊളിയായിരുന്നു. അത്യാവശ്യം നല്ലൊരു ഇൻട്രോ സീന് പൃഥ്വിരാജിനും ഈ ഒരു സിനിമയിലുണ്ട്. പിന്നെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയൊക്കെ ഈ ഒരു സിനിമയിൽ ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ട്. അപ്പോൾ ആ പാർട്ടിയെ ഇഷ്ടപ്പെടുന്നവർക്കൊന്നും ഈ ഒരു സിനിമ ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടുള്ള പൊളിറ്റിക്കൽ പരമായിട്ടുള്ള ഡീഗ്രേഡിങ്ങും ഉണ്ട് ഈ ഒരു സിനിമയ്ക്കെതിരെ. മഞ്ജു വാര്യരുടെ ക്യാരക്ടറിന് വളരെയധികം പ്രാധാന്യം ഈ ഒരു സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. പ്രിയദർശിനി രാംദാസ് എന്ന ക്യാരക്ടറിൻ്റെ ചില സീനുകളൊക്കെ എനിക്ക് രോമാഞ്ചം തന്നു. മഞ്ജു വാര്യർക്ക് ചില മാസരംഗങ്ങളൊക്കെ കൊടുത്തത് പലർക്കും ദഹിച്ചിട്ടില്ല. സ്ത്രീ കഥാപാത്രങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നതൊന്നും പല ആളുകൾക്കും ഇഷ്ടമല്ല. പക്ഷേ മഞ്ജു വാര്യർ ഈ ഒരു സിനിമയിൽ തകർത്തിട്ടുണ്ട്. അവർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരുപാട് രംഗങ്ങളും മുരളി ഗോപി ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. അതിലെല്ലാം മഞ്ജു വാര്യരുടെ കിടിലൻ പെർഫോമൻസ് തന്നെയാണ് കാണാൻ സാധിച്ചത്. ടോവിനോ തോമസും അദ്ദേഹത്തിൻ്റെ ജതിൻ രാംദാസ് എന്ന ക്യാരക്ടറിനെ ഭംഗിയായിട്ട് ഈ ഒരു സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ ജംഗിൾ പൊളി ഫൈറ്റ് കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസിനായിരുന്നു ആ ഒരു ഫൈറ്റ്. മൊത്തത്തിൽ ആ ഒരു ഫൈറ്റിൻ്റെ കൊറിയോഗ്രാഫി ആയാലും മൊത്തത്തിലുള്ള മേക്കിംഗ് ആയാലും ലാലേട്ടൻ്റെ ആരാധകർക്ക് ആഘോഷിക്കാനുള്ളതെല്ലാം ആ ഒരു ഫൈറ്റിലുണ്ടായിരുന്നു. ഈ ഒരു ഫൈറ്റ് വീണ്ടും തിയേറ്ററിൽ കാണാൻ വേണ്ടി തന്നെ പലരും രണ്ടാമതും ഈ ഒരു സിനിമ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ഊഹിക്കാമല്ലോ ഈ ഒരു ഫൈറ്റിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളമാണ്. ലൂസിഫർ സിനിമ പോലെ എമ്പുരാൻ സിനിമയിലെ ഫൈറ്റൊക്കെ കൊറിയോഗ്രാഫി ചെയ്തത് സ്റ്റണ്ട് സിൽവയാണ്. ഈ ഒരു സിനിമയിലെ ഫൈറ്റ് സീൻസൊക്കെ കിടലിനായിരുന്നെങ്കിലും സിനിമയിലെ ക്ലൈമാക്സ് പോർഷൻസിലെ ഫൈറ്റ് സീന് പക്ക ജില്ലാ സിനിമയിലെ ക്ലൈമാക്സ് സീൻ ഫൈറ്റ് പോലെ തോന്നി. എന്നിരുന്നാലും എമ്പുരാൻ സിനിമയിലെ ക്ലൈമാക്സ് ഫൈറ്റിലെ ഈ ഒരു രംഗമൊക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ മുൻപ് പല വീഡിയോയിലും പറഞ്ഞ ആൾ തന്നെയാണ് സിനിമയിൽ ക്യാമിയോ റോൾ ചെയ്തിട്ടുള്ളത്. പാർട്ട് 3 ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ഇനി നമ്മൾ കാണാൻ പോകുന്നത്. പിന്നെ ടൈലൻഡിൽ വേറൊരു ക്യാമിയോ ഒക്കെ വരുന്നുണ്ട്. അതും ഞാൻ പ്രതീക്ഷിച്ച ആൾ തന്നെയാണ് വന്നത്. എന്തായാലും മൊത്തത്തിൽ എമ്പുരാൻ സിനിമ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലൂസിഫർ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് എന്തായാലും ഇഷ്ടമാവും. ലൂസിഫർ സിനിമ പോലെ തന്നെ സ്ലോ പേസിൽ കഥ പറയുന്ന ഒരു കിടിലൻ ആക്ഷൻ ത്രില്ലർ തന്നെയാണ് എമ്പുരാൻ. ഇനി L3 എന്ന സിനിമ സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു സിനിമ കാണാനായിട്ട് ഞാനും കാത്തിരിക്കും.